ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ്, ഇത് നമ്മുടെ ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആയിട്ടോ. അപ്പോൾ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല വെറൈറ്റി വേണ്ടേ. അതുകൊണ്ട് മമ്മി ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ഓംലെറ്റ് ആണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ മമ്മി തുടങ്ങാല്ലേ? നമ്മളിന്ന് ഓട്സും കൊണ്ട് ഒരു മുട്ട ഓംലെറ്റ് ഉണ്ടാക്കുവാണ്. അത് നമുക്ക് കാണാൻ ചെയ്ത് കണ്ടോ. ഓട്സ് ഞാൻ ഇടുവാണ്. അത് നമുക്കൊന്ന് കുതിർത്തി വെക്കണം. ഒരു 10 മിനിറ്റ് നേരം അതിനെ കുതിർത്തി വെക്കണം. അതിലേക്ക് ശകലം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് സ്വല്പം കൂടി. അപ്പോൾ അതവിടെ ഇരുന്ന് ഒന്ന് കുതിരട്ടെ കേട്ടോ. ഇനി അടുത്തത് സവോള ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 1.5 കഷ്ണം പച്ചമുളക്, ശകലം ഒരു കുഞ്ഞ് തക്കാളി, ശകലം ഇഞ്ചി, കരിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞു വച്ചേക്കുവാണ്. അത് പിന്നെ 5 മുട്ടയുണ്ട്. ഇതുണ്ടല്ലോ, ഇത് നമ്മൾ ഷുഗർ ഉള്ളവർക്ക് രാവിലെ ഇടയ്ക്കൊക്കെ എന്തെങ്കിലും കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള സമയത്ത് നമുക്കിതുപോലെ 2 മുട്ടയെടുത്തു, ഇച്ചിരി ഓട്സും എടുത്ത് ഇതെല്ലാം കൂടി ചേർത്ത് ഒരു ഓംലെറ്റ് ഉണ്ടാക്കി തിന്നാൽ നമുക്ക് വിശപ്പും മാറും, നമുക്ക് ആരോഗ്യവും കിട്ടും. അപ്പോൾ അതുപോലെ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അതെ, ഇത് കണ്ടോ. പിന്നെ ഇപ്പോൾ നമുക്ക് ഇതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കണം. മുട്ട പൊട്ടിച്ചൊഴിക്കാം. 10 മിനിറ്റ് സമയമാണ് പറഞ്ഞത്. നമുക്ക് സമയക്കുറവായതുകൊണ്ട് ഞാനത് ചെയ്യുക. നിങ്ങളങ്ങനെ ചെയ്തോട്ടോ. അപ്പോൾ ഇത് കുതിർന്നോളും. ശകല ചിക്കൻ മസാല ചേർക്കാം. നമുക്കിതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം. പച്ചമുളക് ഇട്ടു, സവോള ഇട്ടു. ഉപ്പ് നമ്മൾ ആദ്യം ചേർത്തതാണ് ഓട്സിൽ. അപ്പോൾ ഇനി ഉപ്പ് ചേർക്കണ്ട കേട്ടോ. അങ്ങനെ ഇളക്കി കൊടുത്ത് നല്ല വിശപ്പൊക്കെ ഉള്ള സമയത്ത് ഇതുണ്ടാക്കി നമുക്ക് കഴിച്ചാലുണ്ടല്ലോ, നമ്മുടെ ക്ഷീണമൊക്കെ മാറി ഒരു ഗ്ലാസ് ചൂടുവെള്ളവും ഉണ്ടാക്കി കുടിച്ചാൽ ഈ ഷുഗർ ഉള്ളവർക്ക് ഏത് നേരവും ക്ഷീണമല്ലേ. എനിക്കും ഷുഗറാണ് കേട്ടോ. ഞാനും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പം അതാണ് ഞാൻ നിങ്ങളെയൊക്കെ ഇത് കാണിച്ചു തരുന്നത്. ഇനി നമുക്ക് ചീനിച്ചട്ടി പാലെടുപ്പത്ത് വെച്ച് എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേനും നമുക്കിതങ്ങ് ഒഴിച്ചു കൊടുക്കാം. കൂടുതൽ പണിയൊന്നുമില്ല, ഈ നമ്മൾ മുട്ട പൊരിക്കുന്ന പോലെ തന്നെ. പക്ഷേ നിങ്ങളെ കാണിച്ചു തരുമ്പോൾ ഞാനിത് ഒഴിക്കുവാണ്. ഒരു ചെറു തീയിലിട്ട് അടച്ചു വയ്ക്കണം. എന്നാലേ ഇത് ശരിക്കും ആവുള്ളൂ. അങ്ങോട്ട് വെച്ചിട്ട് അല്ലേ അടന്നു പോയാലോ. ഇതാണ് നമ്മുടെ മുട്ട. ഓട്സും മുട്ടയും കൂടെ ഒരു കഷ്ണം മുറിച്ച് കാണിക്കും. ഇങ്ങനെ എടുത്ത് കഴിക്കാം. ചൂടാ. അടിപൊളിയാട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വീണ്ടും റെഡി ആയിട്ട് കാണാം. ബൈ ബൈ.